പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള
എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യമുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പിതാപുത്രൻ പരിശുദ്ധാത്മാവിൽ നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ജോഷുവയും പ്രവാസ സമൂഹവും വാഗ്ദാന നാട് പ്രവേശിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അതിമനോഹരമായ ഒരു മുഹൂർത്തമുണ്ട്. അവിടെ വിവരിക്കുന്ന കൂട്ടത്തിലെ അവിടുത്തെ പശ്ചാത്തലത്തിലെ ഒഴുകുന്ന ഒരു നദി ജോർദാനാണ്. ജോർദാൻ നദിയുടെ പശ്ചാത്തലത്തിലാണ് വാഗ്ദാന നാട് പ്രവേശിക്കേണ്ടത്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. എന്താണെന്നറിയാമോ? ജോർദാൻ നദി എങ്ങനെയാണ്? കൊയ്ത്തുകാലമായതിനാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകയായിരുന്നു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അത് കൊയ്ത്തുകാലമാണ്, ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ ജോർദാൻ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അത് രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രതീകം ഇങ്ങനെ വാട്ടർ മാർക്ക് പോലെ ബൈബിളിൽ ഉടനീളമുണ്ട്. നമ്മൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞ എന്താണ്? അതും ഈ വിപ്രവാസികൾ വാഗ്ദാനം പ്രാപിക്കുന്ന പോംവഴികളാണ്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറുക ആവശ്യമായിരുന്നില്ല. ഈ വചനത്തിൻ്റെ കൂടെ ജോർദാൻ വറ്റിച്ച് കടന്നു പോകുന്ന വാഗ്ദാന നാട്ടിലേക്ക് പോകുന്ന ആ ചരിത്ര മുഹൂർത്തമാണ് നിത്യരക്ഷക ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് പ്രവേശിക്കുക ആവശ്യമായിരുന്നില്ല. അപ്പോൾ സഹനത്തിൻ്റെ ജോർദാൻ കടന്നാണ്. പക്ഷെ സഹനത്തിൻ്റെ ജോർദാൻ കടക്കുമ്പോഴേ ഈ ഏത് കരകവിഞ്ഞൊഴുകുന്ന ജലത്തെയും നിശ്ചലമാക്കുന്ന സംവിധാനം അവർക്കുണ്ടായിരുന്നു. അതെന്താണ്? വാഗ്ദാന പേടകം വഹിച്ച ജോർദാൻ കടന്നുപോയ പുരോഹിതന്മാരുടെ തോളിലിരുന്ന വാഗ്ദാന പേടകമാണ്. ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് പിന്നെ ജോഷുവ എല്ലാം മോസസ് പറഞ്ഞത്. ഇവർ വാഗ്ദാന പേടകം ചുമക്കുന്നവരും ഇവർ വാഗ്ദാന പേടകം സൂക്ഷിക്കുന്നവരുമാണ്. ഇവർ ഡെയിലി ബേജസുകാരല്ലെന്നാണ് മോസസ് പറഞ്ഞത്. അഹ്റോൻ, നിനക്ക് ഇസ്രയേലിൽ അവകാശമില്ല, കർത്താവിനെ ചുമക്കുന്നവന് കർത്താവ് തന്നെയാണ് അവകാശം എന്നൊക്കെ പറയണില്ലേ. അതാണ് സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ലബന ഉടമ്പടിയായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതായത് കർത്താവായിരിക്കും ഇവിടെ അവകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് എന്താ പറയണത്? സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോകണം.
സഹനത്തിൻ്റെ ജോർദാൻ കടന്നു പോണതും അത് വറ്റിക്കണത് എങ്ങനെയാണ്? നീ സമുദ്രത്തിലൂടെ നടക്കും, നീ നദിയിലൂടെ നടക്കും, നദി നിന്നെ വിഴുങ്ങത്തില്ല. ഏശയ്യാ 43:2. ഏശയ്യാ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇത് വരുന്ന വിഷയമേ, നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയത്തില്ല. എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണത്. ഈ ഞാനെന്ന് പറയുന്നത് ആരാണ്? വാഗ്ദാന പേടകമായ പഴയ, അതായത് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ബൈബിളിൻ്റെ ഓരോ താളുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കൊണ്ടും ഒരു സഹനത്തിന് നദി കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിനെ ചുമന്നുകൊണ്ട് നടന്ന് അത് വറ്റിച്ച് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടതും ഇതെല്ലാം ഇങ്ങനെ ഇന്റർലോക്ക്ഡാണ്. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പം എൻ്റെ അർത്ഥം, മിശിഹ ഇത് സഹിച്ച് കൊയ്ത്തുകാലമായിരുന്നാൽ യോർദാൻ കരകവിഞ്ഞൊഴുകി. പക്ഷേ വാഗ്ദാന പേടകം വഹിച്ച പുരോഹിതൻ എൻ്റെ കാലുകൾ നദിയിൽ ചവിട്ടിയപ്പോഴും യോർദാനും വറ്റി. അവർ അതാ സഹനത്തിൻ്റെ നദിയുടെ അക്കരയ്ക്ക് വാഗ്ദാന നാട് പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പെസഹായുടെ ഒരു നിഴൽ രൂപങ്ങൾ ഇങ്ങനെ മുഴുവൻ, പെസഹ നിഴലില്ലാത്ത വാട്ടർമാർക്കില്ലാത്ത ബൈബിൾ ഒരു പേജ് പോലും കാണത്തില്ല. അതുകൊണ്ടാണ് ഈ അവസാനം ഈശോ പറയലേ എല്ലാം പൂർത്തിയായെന്ന്. അത് പറഞ്ഞ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ബൈബിൾ അറിയാവുന്നതിന് കണ്ണ് നിറയും. കാര്യം എന്തൊക്കെയാണ് പൂർത്തിയായെന്നറിയാമല്ലോ. പഴയ ബൈബിളിൻ്റെ ഓരോ പേജുകളിലും പെസഹായുടെ വാട്ടർമാർക്ക് ജലമുദ്ര കിടപ്പുണ്ട്. എല്ലാം എഴുതപ്പെട്ടിരിക്കണേ എന്തിനാ? എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയും അതിൻ്റെ പരിപൂർണ വിജയമാകുന്ന സ്വർഗീയ ജെറുസലേമിലേക്ക് മനുഷ്യരാശിയുടെ കൂടെ പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ മർമ്മപ്രധാനത്തെ ഭാഗമാണ് കുരിശുമരണം. ആ കുരിശുമരണത്തിന് 5 മിനിറ്റ് മുമ്പ് ഈശോ പറയും, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. Every page, wherever it is stated that Jesus is the Redeemer, it is accomplished. എവിടെയാണ് കർത്താവ് രക്ഷകനാണെന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ബിംബങ്ങൾ, അതിൻ്റെ നാടക രൂപങ്ങൾ, അതിൻ്റെ കഥാരൂപങ്ങൾ, അതിൻ്റെ കവിതാ പ്രേരങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങൾ, അതിൻ്റെ ഉപന്യാസങ്ങൾ എല്ലാം ഇതെല്ലാം തന്നെയല്ലേ ബൈബിള്. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? രക്ഷ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് പള്ളികളിലെല്ലാം കുരിശിൻ്റെ വഴിയും നഗരി കാണിക്കലും. ഒരു വായനയുടെ അപ്പുറത്ത്, അല്ലെങ്കിൽ കുറേ പാട്ടുകളുടെ അപ്പുറത്ത് എന്തുകൊണ്ടാണ് സഭയിൽ നഗരി കാണിക്കലും അതുപോലെ തന്നെ കാല് കഴുകലും അപ്പം അന്ത്യത്താഴ ബലിയും ഇതെല്ലാം ഒരു സിംഗിൾ ഫങ്ഷനാണ്. ഇതെല്ലാം അവസാനിക്കുന്ന ഒറ്റ വാക്കിലാണ്, ഇറ്റ് ഈസ് അക്ലംപിസ്റ്റ്. ഇത് മാത്രമല്ല സിംഗിൾ ഫങ്ഷൻ. ബൈബിൾ ഇത് ആരംഭിച്ചത് തൊട്ട് അവസാനം വരെ എല്ലാം ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദൈവകാര്യങ്ങളൊക്കെ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു രഹസ്യം, ദൈവിക രഹസ്യം അനുഭവിച്ച് നിശബ്ദമായി ദൈവത്തെ ധ്യാനിച്ച്, ദൈവത്തെ ലയിച്ച്, ദൈവത്തിൻ്റെ കൂടെ ഹൃദയത്തെ ആന്തരികമായ ഒരു അഭിഷേകാനന്ദം അനുഭവിക്കുന്ന രീതിയിൽ വേണം ഈ കാണിക്കുന്ന നിശബ്ദത കീപ്പ് ചെയ്യാൻ. തീർത്ഥാടനങ്ങൾക്ക് പോകണമല്ല. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ ഒറ്റ മിനിസ്ട്രി പോലെ ഇത് വലിയ ബുധനാഴ്ച തൊട്ട് വലിയ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച എല്ലാ ശുശ്രൂഷയും കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാം. ചിലർ ദീർഘദൂര കുരിശിൻ്റെ വഴികൾ നടത്തും. എന്നിട്ട് ഇടവകയിലെ ശുശ്രൂഷകൾ അത്ര വലിയ കാര്യമാക്കത്തില്ല. അത് ഒരു മരമണ്ടത്തരമാണ്. കുരിശിൻ്റെ വഴികളും ആരാധനാക്രമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
സഭയുടെ ആരാധക്രമം എക്സ്ട്രാ ആയിട്ട് ഇടക്ക് ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ലിറ്റർജി അല്ല, ഒരു പാരൽ ലിറ്റർജിയാണ്. അത് ചെയ്തിട്ട് ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇടവകയിലെ ശുശ്രൂഷകളെ, പാസ്കൽ മിനിസ്ട്രി എന്ന് പറയുന്ന ശുശ്രൂഷകളെ നിങ്ങളൊരിക്കലും ചെറുതായിട്ട് കാണുകയോ ഇതെന്ത് ഞങ്ങളിങ്ങനെ മല കയറി പോയപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞ് ഇതെന്തെന്ന് പറയാം. അങ്ങനെയല്ല. നിങ്ങൾ കഴിച്ച സഹനങ്ങളല്ല, നടപ്പല്ല പ്രശ്നം. വിശ്വാസത്തിന് മഹാരഹസ്യം അടയാളം അനുഷ്ഠിക്കുമ്പോൾ അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള നിങ്ങളുടെ ദൈവത്തോടുള്ള ആത്മബന്ധമാണ് പ്രശ്നം, ആത്മൈക്യം. അപ്പം നല്ല ഒരു പെസക നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഈ ജോസഫ് ഗ്രിഗറി എന്ന് പറഞ്ഞ ഒരാൾ എന്താ പറയണമെന്നറിയാവോ? അപ്പം അയാൾ എന്തുകൊണ്ടാണ് അയാളുടെ വൈഫ് സ്വപ്നം കാണുന്നത്? സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ബ്രിക്സ് ആയിട്ടുള്ള നിർമ്മിതിയിലാണ് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ രാവിലെ എഴുന്നേറ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. എന്നിട്ട് അമ്മ അത് അപ്പം തന്നെ സ്പീഡാണ്, ഇത്രയും സ്പീഡാണ് ഈ സംഭവം. അവർ അപ്പോഴത്തേന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒറ്റ ഇൻ്റർവ്യൂവിന് തന്നെ അവർ സെലക്റ്റഡ് ആകും. മാതാവിൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര ഉടനടിയല്ലേ? ഉടമ്പടിയാണെങ്കിൽ ഉടനടിയാണ്, പരിഹാരമാണ്. നിങ്ങൾക്ക് ഉടനടി പരിഹാരം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ഉടമ്പടിയിൽ അല്ല, ആയിക്കൊണ്ടിരിക്കണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഉടമ്പടിയാണെങ്കിൽ. ഇത് കണ്ട, ഈ വിതിൻ സെക്കൻഡാണ്. രാത്രി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോസഫ് ഗ്രിഗറി പറയുമോ, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? അയാൾ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞ ശേഷം പറയും, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞങ്ങൾ ശക്തമായി ദൈവത്തിൻ്റെ കൂടെ നിൽക്കും. അയാൾ ഓരോ സമയത്തും സാക്ഷ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ നടത്തുന്നുണ്ട് സ്വന്തമായിട്ട്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കണത്? അപ്പം അതിന് ഒരു സമയത്ത് അയാൾ പറയും, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞങ്ങൾ ഒരു അവസ്ഥ കണ്ടാൽ, ഒരാളിൻ്റെ അവസ്ഥ, ഒരു മോശമായ അവസ്ഥ കണ്ടാൽ, ഞങ്ങൾ അവരോട് അങ്ങോട്ട് ചോദിക്കും, എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങളോട് പറയുക, പറ്റുന്ന പോലെ സഹായിക്കാം. കണ്ടോ, ഇതാണ് വിഷയം. അപ്പം നമ്മളൊരു സഹായം, എന്തെങ്കിലും ഒരു ആളിന് ഇപ്പം പണം കൊടുത്തില്ലെങ്കിലും ഒരു സഹായം കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അമ്മായിയമ്മ ഒന്ന് ചുമച്ചെന്നും പറഞ്ഞ മരുമകൾ അപ്പം തന്നെ കെട്ടിക്കിടയെടുത്ത് വീട്ടിൽ പോണില്ലേ? ഈ പന്നി വന്ന് ഉടമ്പടി എടുത്ത ദൈവം സമ്മതിക്കത്തില്ല. അമ്മായിയമ്മ ഒന്ന് ചുമച്ചതാണ്. കണ്ട, പ്രായമായ വല്യമ്മയാണ്, ഒന്ന് ചുമച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഇവള് സൂട്ട്കേസ് എടുത്ത് വണ്ടിയും പിടിച്ച് അപ്പം തന്നെ വീട്ടിൽ പോയി. എന്താ കാര്യം? ഭർത്താവ് വന്നപ്പോൾ ഇവളില്ല. ചോദിച്ചപ്പോൾ എന്താ പറയണത്? അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ എൻ്റെ ജീവിതം പോകും, പിന്നെ അവരെ പോക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. ഈ പന്നി ഒരിക്കലും ഉടമ്പടി എടുക്കരുത്. ഷുഡ് നോട്ട് ഡു ഇറ്റ്. അത് ദൈവത്തിനെ വെല്ലുവിളിക്കണത് വലിയതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറാനുള്ള യോഗ്യതയില്ല. കാര്യം നിങ്ങൾക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ആ ദൈവത്തോട് ഉടമ്പടി എടുക്കാൻ പോണത്. ഇവിടെ എവിടെയോ അനുതാപം ആവശ്യമുണ്ട്. മനുഷ്യത്വം പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. അപ്പം ആദ്യം ഫസ്റ്റ് ബി ഹ്യൂമൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ആദ്യം ചെയ്യേണ്ടത് ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്നാണ്. കർത്താവ് തന്നെ പറയും, അതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:32.
സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പം നമ്മൾ ഈശോയെ പോലും നമുക്ക് ഏൽപ്പിച്ച് നൽകിയ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മൾ വെക്കുന്ന നിയോഗങ്ങളിൽ നിൽക്കത്തില്ല. ഇത് അതിനേക്കാൾ കൂടുതലായിരിക്കും ദൈവം നമുക്ക് നൽകാൻ പോണത്, നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾ ആദ്യം വേണ്ടത് ബേസിക്കായിട്ട് ഹ്യൂമൻ ആവുക, ആദ്യം അടിസ്ഥാനപരമായിട്ട് മനുഷ്യത്വമുള്ള ആൾക്കാരാകുക, രണ്ടാമത് സുവിശേഷവിധമായ ദൈവപൈതലായി മാറണം. ഈ ദൈവപൈതലായിരിക്കണം ഉടമ്പടി വെക്കേണ്ടത്, അല്ലാതെ നാട്ടിലെ വർഗീസും തെരേസ്യാമയും അല്ല ഉടമ്പടി വെക്കേണ്ടത്. ദൈവ പൈതലായിരിക്കണം ഉടമ്പടി വെക്കേണ്ടത്. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആരാണത്? ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ആളാണ് ദൈവ പൈതൽ. ദൈവാത്മാവിനാൽ ജനിക്കപ്പെടുകയും ദൈവാത്മാവിൻ്റെ നയിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്, അതാണ് ദൈവ പൈതൽ. അത് 8:14 എടുത്ത് റോമ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവപൈതലാണ് ഈ ഉടമ്പടി ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ പരിക്കുകൾ കൊണ്ടും ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ കാരണവും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഏറ്റുമുട്ടിയിട്ട് ശരിക്കും പരിക്കന്മാരായിരിക്കും. സ്വാഭാവികമാണ്. ഈ പരിക്കന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പരിക്ക തരത്തോടു കൂടിയായിരിക്കും നമ്മൾ ദൈവദർശനി വരുന്നത്. അപ്പോൾ പരിക്ക സ്വഭാവത്തോട് തന്നെ ദൈവദർശനി വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത് എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? കർത്താവേ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, ഇവിടെയാണ് ഈ പ്രാർത്ഥന ബലവത്താണ് എന്ന ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. എന്താണ് അവിടെ നിന്ന് താഴേക്ക് വരികയാണ്. നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല വെല്ലുവിളികളോട് ഏറ്റുമുട്ടി പരിക്കും പരാജയവും പ്രതിരോധവും അനുഭവിച്ച് പരിക്കമായി തീർന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും നമുക്ക്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വരുന്നതെങ്കിലും നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെരുപ്പ് ഊരി വെക്കണ പോലെ ഈ പരിക്കത്തരം ഊരി വെക്കണം. അല്ല, ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ എത്ര വലിയ പുള്ളിയാണെങ്കിലും ചെരുപ്പ് ഊരി വെക്കത്തില്ല. അവിടെ ചെരുപ്പ് ഊരി വെക്കണ പോലെ തന്നെ നമ്മളുടെ പരിക്കത്തരം, വൈരാഗ്യം, വിദ്വേഷം, പക, ഏറ്റവും ഊരി വെക്കേണ്ടത് അഹങ്കാരമാണ്. അഹങ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞ് ഒരു വരവുണ്ട് ബൈബിളിൽ. കണ്ണീരിൻ്റെ വരം ചിലർക്ക് മാത്രം കിട്ടുന്നൊരു അപൂർവ വരവാണ്. ഈ വിശ്വാസവരം, ഭാഷാവരം, രോഗശാന്തി വരം, അതിലൊരു വരമാണ് ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് എന്ന് പറയും, കണ്ണീരിൻ്റെ വരം. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കണ്ണീരിൻ്റെ വരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചിലർ കണ്ണീരിൻ്റെ കർത്താവിൻ്റെയോട് സംസാരിക്കുമ്പോൾ തന്നെ, കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർ കണ്ണു നിറയും. അങ്ങനെ പറയാൻ കാരണം റിൻസി ജോസഫ് എന്നും പറഞ്ഞ് ഒരു സാക്ഷി ഈ ദിവസം കേട്ടായിരുന്നു. അവൾക്ക് ഇതുപോലെ 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 4 കുഞ്ഞുങ്ങളെ അതിൻ്റെ എല്ലാം കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ്. അതുങ്ങൾ വളർത്തുമ്പോൾ തന്നെ ഇവർ വിശുദ്ധയായി മാറും. കാര്യം എന്താ കഴിഞ്ഞാൽ ഇതിന് 4 പ്രസവിക്കണ്ടേ, അതാണ് ഏറ്റവും വലിയ പാട്. ഈ കവിത ഇതുപോലെ കവിതക്ക് ഞാൻ പറഞ്ഞില്ലേ, കവിതക്ക് ജോലി കിട്ടി. അമ്മ ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ തന്നെ അമ്മ കാണിച്ച ഈ 1500 കിലോമീറ്റർ ഇവർ ജോലി കിട്ടിക്കഴിഞ്ഞ് അവിടെ പോകണമെന്ന് ഷിഫ്റ്റ് ചെയ്യണം കുടുംബം മുഴുവനും. കുടുംബം മുഴുവൻ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ പറയും, നിങ്ങളെ രാത്രി തന്നെ അനൗൺസ്മെൻറ്റ് മൊബൈലിൽ മെസ്സേജ് വന്ന് സ്നോമിങ് തുടങ്ങിയിട്ടുണ്ട്, 3 മണിയാകുമ്പോൾ നിങ്ങളുടെ റൂട്ടിൽ വരുമെന്ന്. അപ്പോൾ അവിടെ അത്രയും ടെക്കിയാണത് ആ രാജ്യം, കാനഡ. വെച്ചാൽ മഞ്ഞ് കാറ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളുടെ റൂട്ടിൽ വരണത് 3 മണിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി പോകണമെന്ന് പറയും. അപ്പോൾ ഉടനെ 10 മണിക്ക് പോകാൻ വേണ്ടി ഇരുന്ന് ഇവർ
വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് യാത്രയായി. മഞ്ഞുകാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്രയായി. ഇപ്പം യാത്രയായി കുഞ്ഞുങ്ങളായിട്ട് പോണ വഴിക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഈ കവിതയുടെ കണ്ണു നിറയും. എന്താണ്? മാതാവ് സ്വപ്നത്തിൽ കാണിച്ച അതേ ബ്രിക്സിൽ ചെയ്തിരിക്കണ അതേ ഒരു നിർമ്മിതിയാണ് ഈ ഹോസ്പിറ്റലിൽ. അതായത് ദൈവം ഇത്രയും ടാഞ്ചിബിളാണ്. അതായത് നമ്മൾ ദൈവ വഴികളിലാണെന്ന് എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഉടമ്പടി ജീവിതം വഴി ദൈവ വഴികളിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മൾ ദൈവ വഴികളിലാണെന്ന് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ ദൈവ വഴികളിലാകാൻ ദൈവ പൈതലായി മാറാൻ നമ്മൾ വളരെ വലിയ ബലപ്രയോഗം നമ്മോട് തന്നെ കാണിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യവും എന്താ കാര്യം? ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് ഈ അവയർനെസ്സിലേക്ക് വരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളാണ് ഈ വിഷയം കറക്റ്റ് നമ്മൾ ദൈവപൈതലാണോ അതിൻ്റെ ലെവൽ നോക്കി പോകണം. ഓരോ സംസാരം, വാക്ക് പലയിടത്തും നമ്മളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം പറഞ്ഞ് നമ്മൾ അൺഹോളിയായി പോകും. ചില വിഷയങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഉടമ്പടിയുടെ പേഴ്സൺ എപ്പോഴും നല്ലത് മിണ്ടാതിരിക്കുന്നതായിരിക്കും. മിണ്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അൺഹോളിയായി മാറും. ഉടമ്പടിക്ക് അയോഗ്യത ഉണ്ടാകും. ഉടമ്പടിക്ക് അയോഗ്യത, നമ്മളവരോട് റഫായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ വേറെ രീതി, അവരുടെ കാടംമുടം സംഭവം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ രീതി സ്റ്റാൻഡേർഡ് സംസാരിച്ചു. അപ്പം നമ്മൾ എപ്പോഴായാലും നമ്മൾക്ക് അവരുമായിട്ട് സംസാരിച്ച് പോകാൻ പറ്റത്തില്ല. അതെന്ത്? നമ്മൾ ആദ്യമേ സൈലൻ്റ് ആകണം. സൈലൻ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് തർക്കിച്ച് ജയിക്കാൻ നോക്കിയിട്ട് ചിലപ്പോൾ അസഭ്യമൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അത് വരണത്. നിങ്ങൾ സംസാരിച്ച് മറ്റവരുടെ കീഴ്പ്പെടുത്താൻ വേണ്ടി ജൂഡോ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളുമ്പോൾ ജോലി കിട്ടും. ജോലി ഒരു 3 ഇരട്ടി ശമ്പളത്തിലാണ് ജോലി അമ്മ കൊടുക്കുന്നത്. പക്ഷേ കവിത ഛർദ്ദിക്കും. അപ്പം ഇയാൾ പെട്ടെന്ന് ഡൗൺ ആകും. എന്താ കാര്യം? 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചപ്പോൾ ഇവളുടെ ഛർദി ഈ ഭർത്താവ് കണ്ടതാണ്. കാര്യം ഇവളുടെ ഛർദി എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസവിക്കുന്ന സഹോദരിമാരുടെ ഛർദി പോലെ അല്ല. 8 മാസം ഛർദ്ദിക്കും. സാധാരണ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ചിലർ 3 മാസമല്ലേ ഛർദ്ദിക്കത്തുള്ളൂ. ഇതങ്ങനെയല്ലേ, 8 മാസം ഛർദ്ദിക്കും. ആ ജോലി ആശുപത്രിയിൽ നിന്ന് പോകുന്ന ഉറപ്പാണ്. ആ ജോലി ആശുപത്രിയിൽ നിന്ന് പോകുമല്ലേ, സംശയമുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ആശുപത്രിക്കാരെ ഇവരെ ഡിസ്മിസ് ചെയ്യും. ഇതെല്ലാം ഓർത്തിട്ട് ജോസഫ് ഗ്രീഗറി ഉടനെ പറയും, ഇല്ല ഞങ്ങൾ ഉടമ്പടിയിലാണ്. അതാണ് വിഷയം. കാര്യം 3 പ്രസവത്തിൻ്റെ ഛർദ്ദിക്കലെ കണ്ട് 2002 വർഷം 4 മാസം കൊണ്ട് ഛർദ്ദിച്ച പാർട്ടിയാണിത് 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടി. അവളുടെ അവസ്ഥയും അവളുടെ എല്ലും കോലും ആകണതും പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരണതും ഗ്യാസ് കയറണതും സംഭ്രമിക്കണതും ഉറക്കമില്ലാത്തതുമായിട്ടുള്ള രാത്രികളാണ് ഇനി വരാൻ പോണത്. ഇത് കണ്ട് പകച്ച സമയത്ത് പെട്ടെന്ന് പുള്ളിന്ന് പകച്ചും പറയും, ഇല്ല ഞങ്ങൾ അന്ന് ഉടമ്പടിയിലല്ല, ഇന്ന് ഞങ്ങൾ ഉടമ്പടിയിലാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ സമയവും ഇവിടെയിലാണെന്ന അവബോധം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ഇതാണ് ഒരു ബോധം എന്ന് പറയണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ജോസഫ് ഗിർഗരിക്ക് ഉള്ള ഏറ്റവും മെച്ചം അയാൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ചും വൈഫ് ഉടമ്പടിയിലാണെന്നതിനെക്കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്കൊരു 80% പേർക്കുള്ള കുഴപ്പം അതാണ്. നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പമില്ലത്, അപകടം എന്ന് പറയുന്നത്. നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇന്നലെ ഒരു പെങ്കൊച്ചിയോട് വന്നിട്ട് എന്നോട് നിലവിളിച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് നേഴ്സിംഗ് വേണോ അതോ വേറെ ഒരു പ്രൊഫഷൻ പറഞ്ഞു. നേഴ്സിംഗ് അല്ലാതെ വേറെ എന്തൊരു പ്രൊഫഷൻ, സി എ വേണോ നേഴ്സിംഗ് വേണോ, ഇനിയിപ്പോൾ സമയമില്ല, അച്ഛൻ പെട്ടെന്ന് മെസ്സേജ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ചാറ്റിംഗ് രൂപത്തിൽ മെസ്സേജ് എടുത്തിട്ട് അവൾ പറഞ്ഞ് ആദ്യമേ ഇവളറിയാതെ തന്നെ ഇവക്ക് നമ്മൾ കൊടുക്കുന്ന കോഡുകൾ ഇവക്കറിയത്തില്ലേ, എന്തിൻ്റെ ഡിനോമിനേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതിൽ ഏതെങ്കിലും അക്ഷരം മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നല്ലവണ്ണം വിശ്വാസപ്രമാണമൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു. ഈ മാതാവിൻ്റെ ഈശോയോട് പറഞ്ഞിട്ടാണ് ഈ ചാർട്ട് കൊടുക്കണേ ഇവക്ക്. അത് കൊടുത്തു കഴിയുമ്പോൾ അവൾ രണ്ട് അക്ഷരം മാർക്ക് ചെയ്യും. 2 അക്ഷരം മാർക്ക് ചെയ്ത് ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ ഇവൾ ഇത് CA വെട്ടിയിട്ടുണ്ട്. അവളറിയാതെ വെട്ടിയിരിക്കണതാണ്. പിന്നെന്താ വെട്ടിയിരിക്കണത്, നേഴ്സിംഗ് വെട്ടിയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ഒരു ഡൗട്ട്, കാര്യം ഒക്കെ ഒരു മെസ്സേജ് കൊടുക്കണ്ടേ, നിറച്ച ആൾക്കാർ നിൽക്കുന്ന സമയവും ഇല്ല. ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ കരുതൽ കണ്ടിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് ഒരു മെസ്സേജ് കൂടി എടുത്ത് ഇതൊരു വേറെ ഡിനോട്ടിങ് നമ്പർ കൊടുത്ത് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് വീണ്ടും ഇവൾക്ക് ലെറ്റേഴ്സ് കൊടുക്കും. ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവളത് മാർക്ക് ചെയ്യും. ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ വീണ്ടും ഇവൾ വെട്ടിയിരിക്കുകയാണ്, നേഴ്സിങ്ങും അതുപോലെ തന്നെ CAയും. അപ്പോഴേ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടിയിലല്ലേ? അവന് ഉടമ്പടി തെറ്റിപ്പോയിച്ചാന്ന്. അതാണ് വിഷയം. നിങ്ങൾ ഉടമ്പടിയിലല്ല. ഞാനെങ്ങനെ അത് മനസ്സിലാക്കിയത്, 2 പ്രാവശ്യവും ഇവൾ അറിയാതെ തന്നെ ഇവളുടെ പ്രൊഫഷൻ ഗോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കും. ഇതിപ്പോൾ നമ്മൾ മെസ്സേജ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാൻ പോണത്. ദൈവം ഇൻട്രസ്റ്റഡ് അല്ല, മെസ്സേജ് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ ഇത് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്ന റിസൾട്ടാണ്. അപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ പല കാര്യം മൂവ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ കാരണം ഗോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ കവനൻറ്റ്. അതിൻ്റെ കാര്യം എന്താണ്? യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് താല്പര്യമില്ല. നിങ്ങൾ ഉടമ്പടിയല്ല ജീവിക്കണത്. നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഏതൊക്കെ എഴുതി ഇട്ടെന്ന് പറഞ്ഞ സത്യമാണ്. ഏതോ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ യു ആർ നോട്ട് ഇൻ കവനൻറ്റ്. നിങ്ങൾ ഉടമ്പടിയിലല്ല. ഇത് ഒരു 50% ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധമാണ്. കാര്യം എന്താണ്? ഇത് നമ്മൾ ദൈവത്തോടെ ഉടമ്പടി ചെയ്യണത്, പക്ഷെ ദൈവം ഈ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം? അതുകൊണ്ടാണ് ജോസഫ് ഗിർഗരി പറയണത്. എന്താ, കവിത ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. എന്താ കാര്യം? അന്ന് അവൾ 2 കൊല്ലം 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ 2 കൊല്ലം ഛർദ്ദിച്ച ആളാണ്. 8 മാസം വെച്ച് അവൾ വശകേടായിപ്പോയി. പക്ഷേ അന്ന് ഞങ്ങൾ ഉടമ്പടിയിലല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ഉടമ്പടിയിലാണ്. എൻ്റെ മക്കളെ പിന്നെ കവിത ഛർദ്ദിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ പ്രസവിക്കണവരെ ആ 9 മാസവും കവിത ഛർദ്ദിച്ചിട്ടില്ല. എന്താ കാര്യം? ജോസഫ് ഗിർഗരി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കട്ടായം നിൽക്കുകയാണ്. എന്താണ്? വി ആർ ഇൻ കവനൻറ്റ്. ഞങ്ങൾ ഉടമ്പടിയിലാണ്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.